റോട്ടറി ഡിസ്ട്രിക്ട് 3211 വാർഷിക കോൺഫറൻസ് കൊച്ചി ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിൽ നടന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 160 റോട്ടറി ക്ലബ്ബുകളിലെ അംഗങ്ങളാണ് ഒത്തുചേർന്നത്. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ പതാക ഉയർത്തിയാണ് കോൺഫറൻസിന് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ അംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. നടി ആശാ ശരത്തിന്റെ നൃത്തവും വിവിധ കലാപരിപാടികളും പരിപാടിയുടെ മാറ്റുകൂട്ടി. റോട്ടറി ഡിസ്ട്രിക്ട് 3211 നടപ്പാക്കുന്ന 1,05,00,000 രൂപ ചെലവ് വരുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ള വാക്സിനേഷൻ പദ്ധതി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ പ്രൊജക്ട് സെർവിക്കൽ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു മഹാസംരംഭം ഏറ്റെടുത്ത് ആ രംഗത്തൊരു പുത്തൻ സരണി സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം അതിൻ്റെ ഔപചാരികമായ ആ പ്രൊജക്റ്റിൻ്റെ തുടക്കം കുറിച്ചതായും നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂള്, കോളേജുകളിൽ പഠിക്കുന്ന 10,000 പെൺകുട്ടികൾക്കാണ് സൗജന്യമായി സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനുള്ള വാക്സിനേഷൻ നൽകുക. ഇതേക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ ക്യാൻസറിന്റെ ഓരോ സൂചനകളാണ്, അതിന്റെ ലക്ഷണങ്ങൾ വേറെ ഞാൻ പറഞ്ഞോളാം. മുഴയില്ല, മുഴകൾ, വേദനയില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന മുഴകൾ, ഗുണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ താനെ വേദനയോട് കൂടെ വന്നു പോയി കഴിഞ്ഞാൽ ക്യാൻസർ ആയിരിക്കുന്നത്. അപ്പോൾ വേദന ഇല്ലാതെ വളർന്നുകൊണ്ടേയിരിക്കുന്ന മുഴകൾ, ഗുണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ. രണ്ടാമത് അകാരണമായിട്ടുണ്ടാവുന്ന തൂക്കക്കുറവ്. എന്തുകൊണ്ടറിയില്ല, തൂക്കം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ക്ഷീണം കൂടി വരുന്നു, വക്ക് കാരണം എല്ലാം പോയി, ഒന്നുമില്ല, കുഴപ്പമില്ല, തന്നെയൊരു സത്യം. നിരവധി പദ്ധതികളുമായി പൊതുജനങ്ങൾക്കിടയിൽ റോട്ടറി ക്ലബ്ബ് എന്നും ഉണ്ടാകുമെന്ന് റോട്ടറി വേൾഡ് ഫണ്ട് ഡെവലപ്മെന്റ് ഡയറക്ടർ ജോൺ ഡാനിയൽ പറഞ്ഞു. ഞങ്ങൾ റോട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ എല്ലാ സേവന പ്രവർത്തനങ്ങളുടെയും സാഹോദര്യത്വത്തിൻ്റെയും അതുപോലെ തന്നെ സൗഹൃദത്വത്തിൻ്റെയും ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ DEI എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെയും ഒരു കൾമിനേഷനാണ് റോട്ടറി ഡിസ്ട്രിക്ട് കോൺഫറൻസ്. അതാണ് റോട്ടറിയുടെ ഏറ്റവും വലിയ ആഘോഷം. അതുകൊണ്ടാണ് ഇതിന് വലിയ പെരുന്നാൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ഉയരെ എന്ന ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഏതാണ്ട് 2 കോടിയിലധികം രൂപ, അതായത് നമ്മുടെ തൊഴിലില്ലാത്ത സാധാരണക്കാരെ, പ്രത്യേകിച്ചും സ്ത്രീകളെ വിമൻ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരെ അപ്സ്കില്ല് ചെയ്യുക എന്നുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഉയരെ അത് വളരെ നല്ല രീതിയിൽ നടത്തി വരുന്നു. ഉദയകിരൺ എന്ന പരിപാടിയിലൂടെ ഏകദേശം 100ഓളം ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുക എന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഇപ്പോൾ 38 ഭവനങ്ങൾ നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടറിയൻ സുധി ജബ്ബാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. റോട്ടറി ഇന്റർനാഷണൽ പ്രസിഡന്റിന്റെ പ്രതിനിധി മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ പ്രകാശ് ചന്ദ്രൻ അറക്കൽ ചർച്ചകൾ ഉദ്ഘാടനം ചെയ്തു. ചർച്ചകൾക്കും സെക്ഷനുകൾക്കും റോട്ടറി 3211 ഡിസ്ട്രിക്റ്റിലെ മുൻകാല ഗവർണർമാരായ സുരേഷ് മാത്യു, KS ശശികുമാർ, K ശ്രീനിവാസൻ, R രഘുനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജു നാരായണസ്വാമി IAS, ഫാദർ ഡേവിസ് ചിറമേൽ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശ്രീകണ്ഠൻ നായർ, രേഖാചിത്രം സിനിമാ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ, പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി, മുംബൈ ഭീകരാക്രമണം അതിജീവിച്ച ചിരാഗ് ചൗഹാൻ, സാഹിത്യകാരൻ ജോസഫ് അന്നക്കുട്ടി ജോസ്, സിനിമാ താരം പ്രാചി തഹ്ലാൻ, പ്രിസൈസ് സ്പെഷ്യാലിറ്റി ഐ കെയർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ജയറാം രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ സുധി ജബ്ബാർ റോട്ടറി പതാക താഴ്ത്തിയതോടെയാണ് പരിപാടികൾ അവസാനിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.